8 വർഷം മുൻപ് കോട്ടയം കാരിത്താസ് റെയിൽവേ ഗേറ്റിന് സമീപമാണ് വിജയകുമാറിന്റെ മകൻ ഗൗതത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ ട്രെയിൻ ഇടിച്ച പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് ജെയിനിസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, അതൊരു കൊലപാതകമാണ് എന്ന് ഈ അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിക്കുകയും അതിനെ തുടർന്നാണല്ലോ ഈ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയത്. ഇപ്പോഴിതാ അങ്ങനെ ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ട സമയത്ത്, അത് ആരംഭിച്ച സമയത്ത് തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇതിനു പിന്നിൽ ഒരേ ആൾക്കാർ എന്നതാണ് ഒരു സംശയമായി കേൾക്കുന്നവർക്ക് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നു എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ന് ഈ വിജയകുമാറിൻ്റെയും മീരയുടെയും മകൻ ഗൗതം കൊല്ലപ്പെട്ടതിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അതിന് സമീപത്താണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ മേൽപ്പാലം അന്ന് ഉണ്ടായിരുന്നില്ല. ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൗതമിൻ്റെ വാഹനം കിടന്നിരുന്നത് ഈ മേൽപ്പാലം തുടങ്ങുന്ന ഘട്ടത്തിലായിരുന്നു. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വശത്ത്, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാലത്തിൻ്റെ ഇടതുവശത്ത് ഓട് ചേർന്ന് നിലയിലായിരുന്നു വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അതൊരു ബ്രസ കാറായിരുന്നു. ആ ബ്രസ കാറിൻ്റെ അകത്ത് നിറയെ രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ അവിടെ നിന്ന് 250 മീറ്ററിലധികം ദൂരം ഈ റെയിൽവേ ട്രാക്കിലേക്കുണ്ട്. റെയിൽവേ ട്രാക്ക് ആ കാണുന്നതാണ്. ആ ഭാഗത്ത് എത്തിയാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഈ മൃതദേഹം കിടന്നിരുന്നത്. ഈ മൃതദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കുടുംബത്തിന് ചില സംശയങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെതിരെ വീണ്ടും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസിന് പിതാവ് വീണ്ടും അപേക്ഷ നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുകയും ചെയ്യുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഗൗതമിൻ്റേതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്കാണ് അവർ എത്തിയത്. അതിന് പ്രധാനമായും അവർ പറയുന്ന കാര്യം, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു, വാഹനത്തിൽ വെച്ച് സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം റെയിൽവേ ട്രാക്കിലേക്ക് എത്തി ഇവിടെ വെച്ച് മരിച്ചു വീണു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു കണ്ടെത്തലായി പറയുന്നത്. പക്ഷേ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ വിശദമായിട്ടുള്ള ഒരു പരിശോധന ഈ വിഷയത്തിൽ നടന്നിരുന്നു. അതിൽ കൃത്യമായി തന്നെ കോടതി ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം, അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്ന് പറയുന്നത് ട്രെയിൻ ഇടിച്ചോ അല്ലെങ്കിൽ ട്രെയിൻ മുട്ടിയുള്ള മരണമായിരുന്നില്ല. പകരം കഴുത്തിലും അതോടൊപ്പം തന്നെ നെഞ്ചിലും ഉണ്ടായ ആഴത്തിലുള്ള മുറിവായിരുന്നു മരണകാരണം. ഈ ഭാഗത്താണ് അന്ന് മൃതദേഹം കണ്ടെത്തിയത്. ട്രെയിൻ ഇടിച്ചതായിട്ട് നമുക്ക് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം രേഖകൾ അല്ലെങ്കിൽ പോലീസിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നില്ല. കാരണം മരണകാരണം എന്ന് പറയുന്നത് കഴുത്തിലും നെഞ്ചിലുമേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതകളും മുറിവേൽപ്പിച്ചു എന്ന് പറയപ്പെടുമ്പോഴും അത്രയും മുറിവേറ്റ ഒരാൾ എങ്ങനെയാണ് ഇത്രയും മീറ്ററുകൾ, എനിക്ക് തോന്നുന്നു 200-ലധികം മീറ്ററുകൾ ഉണ്ട് ആ സ്ഥലത്തേക്ക് എത്താൻ, അത്രയും ദൂരം നടന്നു പോകാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുക? മാത്രമല്ല കാറിൽ നിറയെ രക്തമായിരുന്നു എന്ന് അഭിഭാഷകനായ ടി അസഫ് അലി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്രയും അധികം രക്തം തളം കെട്ടി കിടക്കുന്നു എങ്കിൽ അപ്പോഴേ ഒരാൾക്ക് തളർച്ച അനുഭവപ്പെട്ടിരിക്കാം, നടന്നു പോകാൻ കഴിയില്ല എന്നതും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം കാറിൽ നിറയെ രക്തമായിരുന്നു. അവിടെ നിന്ന് അത്തരത്തിൽ വളരെ മൃഗീയമായി മുറിവേറ്റ ഒരാൾ എങ്ങനെ അത്രയും ദൂരം നടന്ന് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഇപ്പോൾ ഈ ട്രാക്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് ായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്ന ഈ ഒരു ട്രാക്ക് മാത്രമാണ് അന്നേരം ഉണ്ടായിരുന്നത്. ആ ട്രാക്കിലാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കോടതിയുടെ ആദ്യ പരിശോധനയിൽ തന്നെ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യത തന്നെയാണ് കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്, ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ADGP അന്വേഷണം ആവശ്യപ്പെട്ട അവരുടെ നിയമ പോരാട്ടം ഫലം കണ്ട സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ദാരുണമാണ്, ദുഃഖകരമാണ്. ജെയിനിസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.